ഹായ് എവ്രിബഡി. കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെം ബികോമുകാരുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നവർക്കായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡൊമിൻ കാക്കി കോ ചൂനെ സെ ചോട്ടി ബച്ചി കോ ദാദി ക്യൂ മനാ കർത്തി ഹെ. അതായത് ഡൊമിൻ കാക്കിയെ തൊടുന്നതിൽ നിന്ന് എന്തുകൊണ്ടാണ് ആ കുഞ്ഞു കുട്ടിയെ വിലക്കുന്നത് ദാദി എന്നാണ് ചോദ്യം. डोमिन काकी को छूने से छोटी बच्ची को दादी रोकती है क्योंकि वह डोम समुदाय की थी और नीच जाति के होने के कारण उसे छूना मना था. ഡോമിൻ കാക്കി താഴ്ന്ന ജാതിയിൽപ്പെട്ട ഡോം ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരെ തൊടാൻ പാടില്ല എന്ന് ഉച്ചജാതിക്കാരിയായിട്ടുള്ള ദാദി വിചാരിക്കുന്നത് കാരണം കൊണ്ടാണ് അവരെ തൊടുന്നതിൽ നിന്ന് ആ കുട്ടിയെ വിലക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12ാമത്തെ നോക്കൂ. ചേരാപുഞ്ചിക്ക് ക്യാ ക്യാ വിശേഷതായേ ഹെ. എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ചേരാപുഞ്ചിയിലുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേരാപുഞ്ചി വിശ്വമേ സബ്സെ അധിക് വർഷ കെ ലിയെ പ്രസിദ്ധ ഹെ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ചേരാപുഞ്ചിയിലാണ്. വേൾഡിൽ തന്നെ ഏറ്റവും അധികം മഴ പെയ്യുന്ന സ്ഥലമായിട്ടാണ് ചേരാപുഞ്ചി ഫേമസ് ആയിട്ടുള്ളത്. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. സമുദ്രക്ക് സത്താസെ 1300 മീറ്റർ ഉപ്പർ സ്ഥാൻ ഹെ. 1300 മീറ്റർ മുകളിലാണ് സീ ലെവലിൽ നിന്ന് ഈ സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധൂപ്പ് വർഷ ഓർ കൊഹ്രെ കി ലുക്ക ചുപ്പി യഹാ ചൽത്തി രഹത്തി ഹെ. അതായത് മഴ, വെയിൽ, അതുപോലെ തന്നെ മഞ്ഞ്, ഇതിൻ്റെ ഒരു ഒളിച്ചു കളിയാണ് ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇവിടേക്ക് വരുന്നത് എന്നൊക്കെയാണ് ചേരാപുഞ്ചിൻ്റെ സവിശേഷതകൾ. ഓക്കെ. പ്രദീപ് പന്ത് മേഘാലയ और दिल्ली की किस प्रकार तुलना करते हैं. എങ്ങനെയാണ് മേഘാലയയും ദില്ലിനെയും കമ്പയർ ചെയ്യുന്നത് പ്രദീപ് പന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. प्रदीप पंत जी मेघालय जहाँ सिर्फ हरियाली है और दिल्ली जहाँ से प्रदीप पंत आए थे वहाँ सिर्फ प्रदूषण है ऐसा कहकर दोनों जगह की तुलना करते हैं. അതായത് പ്രദീപ് പന്ത് ജി പറയുന്നുണ്ട് മേഘാലയയിൽ ഗ്രീനറി മാത്രമാണുള്ളത്, അതുപോലെ തന്നെ പൊല്യൂഷൻ മാത്രമാണ് ഡൽഹിയിലുള്ളത് എന്നാണ് പ്രദീപ് പന്ത് ജി പറയുന്നത്. അങ്ങനെയാണ് രണ്ട് സ്ഥലങ്ങളെയും കമ്പയർ ചെയ്യുന്നത്. और उनका उस प्रदूषित शहर में जाने का मन नहीं है. ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. സബ്സെ ബഡ ആദ്മി ഏകാംകി കെ പാത്ര കോൺ കോൺ ഹെ. ആരൊക്കെയാണ് ഈ ഏകാംകിയിലെ വൺ ആക്ട് പ്ലേയിലെ കഥാപാത്രങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്സെ ബഡ ആദ്മി ഏകാംകി മേ രാധേ और ശ്യാം വിശ്വവിദ്യാലയക്കെ ഛാത്ര ഹെ. യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ് രാധയും ശ്യാമും. പിന്നെ ചായക്കടയിലെ ഉടമസ്ഥനായിട്ടുള്ള ഗജാത്തി ശർമാജി ജോ ഗാന്ധിവാദി ഹെ. ശർമാജി ഗാന്ധിവാദി ആയിട്ടുള്ള ശർമാജി. അഹമ്മദ് അദ്ദേഹം ഒരു കോമറേഡാണ്. പിന്നെ ലാസ്റ്റിൽ കയറി വരുന്ന രാമേശ്വർ പ്രസാദാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏക അഞ്ചാൻ വ്യക്തിനെ ഗജാത്തി കെ റെസ്റ്റോറൻറ്റ് കെ ലോഗോ കോ കേസേ ധോക്കാ ദിയ. എങ്ങനെയാണ് ഒരു അറിയാത്ത ആൾ വന്നിട്ട് ഇവരെല്ലാം പറ്റിച്ചത്, ആ ഗജാത്തിയിലെ റെസ്റ്റോറൻറ്റിലെ ആൾക്കാരെ എങ്ങനെയാണ് പറ്റിച്ചത് എന്നാണ് ചോദ്യം. ചായ് കി ദുക്കാൻ മേ ആനെ വാല ഹർ കിസി കാ സമർത്ഥൻ അഞ്ചാൻ വ്യക്തി കർത്താ ഹെ. ചായക്കടയിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുകയാണ് ഈ അഞ്ചാൻ വ്യക്തി. അത് കാരണം കൊണ്ട് തന്നെ അവർ ഈ ആൾക്കാരെല്ലാം ഈ അഞ്ചാൻ വ്യക്തിയെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റിൽ ഇയാൾ തന്നെ ഇവരുടെ എല്ലാ സാധനങ്ങളും കട്ടിട്ട് അവിടുന്ന് കടന്നു കളയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നോക്കൂ. നദിയോ കാ മനുഷ്യ സഭ്യത കെ വികാസ് മേ ബഡാ യോഗ്ദാൻ ഹെ കേസെ. ഹ്യൂമൻ സിവിലൈസേഷൻ വളർന്നതിൽ എങ്ങനെയാണ് നദികൾക്ക് ഒരു പങ്കുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നാഗരികത വളർന്നു വന്നതിൽ എങ്ങനെയാണ് നദികളുടെ പങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. ഗംഗാമയ്യ കാക്ക കാലേൽക്കർ ജി കി ഏക് ലളിത് നിബന്ധ്. അതിലാണ് ഗംഗാമയ്യയിലാണ് ഈ നദിയെക്കുറിച്ചിട്ടുള്ള ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ലേഖകനെ പരിചയപ്പെടുത്തുക. അതിനുശേഷം जिसमें उन्होंने गंगा के माध्यम से भारत के इतिहास और संस्कृति के विविधता को പ്രസ്തുത് കിയാ ഹെ. ഇന്ത്യയുടെ ഹിസ്റ്ററിയും കൾച്ചറിലുള്ള ഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ് ഗംഗയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ കാക്ക കാലേൽക്കർജി ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. काव्यात्मक रूप से नदी का वर्णन करते हुए लेखक कहते हैं कि नदी ईश्वर भले ही ना हो पर ഈശ്വർ കാ സ്മരൺ കരാനെ വാലി ദേവത ജറൂർ ഹെ. അതായത് പൊയറ്റിക്കായിട്ടുള്ള രീതിയിൽ ലേഖക് പറയുന്നുണ്ട് നദി ഈശ്വരനല്ലെങ്കിലും ഈശ്വരനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദേവതയാണ് നദി എന്ന് പറയുന്നുണ്ട്. ലേഖക് നദി കോ പൂജനീയ മാനത്തെ ഹെ. നമ്മൾ നദിയെ പൂജിക്കണം എന്നാണ് ലേഖക് പറയുന്നത്. ക്യോങ്കി വഹ സബ് ജീവജന്തു കെ ലിയെ ജീവൻദായിനി ഹെ. അതായത് എല്ലാ ജീവജാലകങ്ങൾക്കും ജീവൻദായിനിയാണ് നദി. അതിൻ്റെ വെള്ളം കുടിച്ചിട്ടും അതിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നദി ജീവൻ കാ മൂൽ തത്വ ജൽ ഹമേ ഉപലബ്ധ് കർവാത്തി ഹെ. ജീവൻ്റെ തന്നെ മൂൽ തത്വ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തത്വമാണ് വെള്ളം. അത് നമുക്ക് കിട്ടുന്നത് നദിയിൽ നിന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർ അകാൽ സെ ബച്ചാത്തി ഹെ ഓർ ശുദ്ധ ഓർ ശീതൽ വായു ദേത്തി ഹെ. അപ്പോൾ നമുക്ക് നദി വരൾച്ചയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു, അതുപോലെ തന്നെ പ്യുവറും തണുത്ത കൂളായിട്ടുള്ള വായു തരുന്നു. ഇതെല്ലാം നദിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നദിക്കരയിലാണ് പണ്ടേ എല്ലാ
സിവിലൈസേഷൻസും വളർന്നു വന്നിരിക്കുന്നത്. സഭ്യതായേ ഏവം സംസ്കൃതിയാ നദി കെ കിനാരെ ഹി വികസിത് ഹോത്തി ഹൈ. അപ്പോൾ നദിക്കരയിൽ തന്നെയാണ് പല സിവിലൈസേഷൻസും പല കൾച്ചറുകളും വളർന്നു വന്നിരിക്കുന്നത്. जैसे अब बच्चे अपने माता की देखरेख में पलते हैं, वैसे ही शुद्ध वायु और शीतल जल प्रदान करते हुए अतीत काल से अनेक संस्कृतियों का जीवित रखती है नदियाँ. അതായത് എങ്ങനെയാണ് ഒരു കുട്ടി അമ്മയുടെ കെയറിൽ വളർന്നു വരുന്നത്, അതുപോലെ തന്നെയാണ് നദികളുടെ കരയിൽ ഈ സംസ്കൃതികളും ഈ കൾച്ചറുകളും ഈ സിവിലൈസേഷനുകളും വളർന്നു വരുന്നത് ആ ഒരു കെയറോട് കൂടിയിട്ട് തന്നെയാണ്. അത് കാരണം കൊണ്ടാണ് നദി മനുഷ്യ സഭ്യതയുടെ വികാസത്തിൽ ഒരു പ്രധാനമായിട്ട് പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ ലാസ്റ്റായിട്ട് എഴുതി ചേർക്കേണ്ടത്. ഇത് ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. ഇതിനെ എലാബറേറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്സ് കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഋഷികേശ് മുഖർജി സെ മിൽനെ കെ ലിയെ മനോഹർ ശ്യാം ജോഷി ജി ഗए थे, ഉൻകെ കുച്ച് വിശേഷ് അനുഭവ് ലിഖി. അപ്പം ഋഷികേശ് മുഖർജിയെ കാണാൻ വേണ്ടിയിട്ട് മനോഹർ ശ്യാം ജോഷി ജി പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സവിശേഷമായിട്ടുള്ള അനുഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. जब ऋषिकेश मुखर्जी से मिलने मनोहर श्याम जोशी जी जाते हैं, तब ऋषिकेश जी अपनी बीमारी और काम से व्यस्त थे. ഋഷികേശ് മുഖർജിയെ കാണാൻ വേണ്ടി മനോഹർ ശ്യാം ജോഷി ജി പോകുന്ന ആ ഒരു ടൈമിൽ ഋഷികേശ് ജി വളരെയധികം അസുഖബാധിതനായിട്ട് ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം വളരെയധികം ബിസിയുമായിരുന്നു. ഫിൽമോ കി ദുനിയ और फिल्मों से जुड़े लोगों की दुनिया काफ़ी अलग थी, ऐसा लेखक कहते हैं. അതായത് ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു എന്നാണ് ലേഖക് പറയുന്നത്. बीमारी में भी उन्हें कई लोगों की मदद मिलती है जो उनके कोई नहीं लगते. इससे ऋषिकेश मुखर्जी का लोगों की तरफ का व्यवहार मालूम चलता है. അതായത് അദ്ദേഹം രോഗാവസ്ഥയിലിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഋഷികേശ് മുഖർജി എങ്ങനെയായിരുന്നു ആൾക്കാരുടെ അടുത്ത് പെരുമാറിയിരുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. ഋഷികേശ് ജി ഇത്നെ വ്യസ്ത് ഹോനെ പർ ഭി കിതാബി ഗ്യാൻ അംഗ്രേസി ഫിൽമോ കാ ഗ്യാൻ രഖ്തേ थे. ഇത്രയും ബിസി ആയിരിക്കുന്ന സമയത്ത് പോലും ഋഷികേശ് ജിക്ക് ബുക്സിലുള്ള നോളേജ്, ഇംഗ്ലീഷ് ഫിലിംസിലുള്ള നോളേജ് വളരെയധികം ഉണ്ടായിരുന്നു എന്നാണ് ലേഖക് ഇതിൽ പറയുന്നത്. അദ്ദേഹം വളരെ നന്നായിട്ട് ചെസ്സ് കളിച്ചിരുന്നു. शतरंज के अच्छे खिलाड़ी थे. फिल्मों से जुड़ा हुआ हर काम ऋषिकेश जी बहुत ही सोच समझ कर करते हैं, इसमें कोई समझौता नहीं करते. അതായത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ചിന്തിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിലൊരു കോംപ്രമൈസും അദ്ദേഹം ചെയ്യുന്നില്ല എന്നാണ് ലേഖക് പറയുന്നത്. ദർശകോ കി രുചി കോ ധ്യാൻ മേ രഖ്കർ ഹി ഫിലിം ബനാനി ചാഹിയെ ऐसा ഋഷികേശ് ജി कहते हैं. അപ്പം ഓഡിയൻസിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ആലോചിച്ച് മാത്രമേ സിനിമ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ഋഷികേശ് ജി പറയുമായിരുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കൂ. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ട് ഇടാം. എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്